നമസ്കാരം. ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിലേക്ക് ഏവർക്കും സ്വാഗതം. 2025-27 ബാച്ചിലേക്കുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ കഴിഞ്ഞു എന്നാണല്ലോ നമ്മളൊക്കെ കരുതിയിരുന്നത്. എന്നാൽ വീണ്ടും ഒരു സുവർണ അവസരം വിദ്യാർത്ഥികളെ തേടി എത്തിയിരിക്കുകയാണ്. PGയുടെ ബാക്ക് പേപ്പറൊക്കെ ഉണ്ടായിരുന്ന പലരും അഡ്മിഷൻ എടുക്കാതെ ഇങ്ങനെ മടിച്ചു നിൽക്കുകയായിരുന്നിരിക്കും. അതുപോലെ നേരത്തെ തന്നെയൊക്കെ ഡിഗ്രിയൊക്കെ എടുത്ത് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാനുള്ള മാർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിഷമം കാരണമൊക്കെ പലരും അപ്ലൈ ചെയ്യാതെയോ അല്ലെങ്കിൽ ചെയ്തിട്ടോ അഡ്മിഷൻ എടുക്കാതെയൊക്കെ നിന്നിരുന്നവർക്കൊക്കെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനും അതുപോലെ അഡ്മിഷൻ എടുക്കാനും ഉള്ളൊരു അവസരമാണ്. നേരത്തെ ലാസ്റ്റ് നടത്തിയിരുന്നത് പോലെ തന്നെ സ്പോട്ട് അഡ്മിഷനാണ്, അതായത് കോളേജ് തലത്തിലുള്ള സ്പോട്ട് അഡ്മിഷനാണ് 20-ാം തീയതി, ഈ വരുന്ന സെപ്റ്റംബർ 20-ാം തീയതി നടക്കാൻ പോകുന്നത്, ശനിയാഴ്ച. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഇതുവരെയും കേരള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാത്തവരും ഉണ്ടായിരിക്കും. എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒന്നേന്ന് അപ്ലൈ ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് എങ്ങും അഡ്മിഷൻ കിട്ടാതിരുന്നവർക്കും ഒക്കെ തന്നെ വീണ്ടും അഡ്മിഷൻ എടുക്കാം. അത് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. ഏതൊക്കെ കോളേജുകളിൽ വേക്കൻസി ഉണ്ടാവും എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും എന്നാണ്. കോളേജ് തല സ്പോട്ട് അഡ്മിഷൻ ആകുമ്പോൾ ഡയറക്റ്റ് നമ്മൾ കോളേജുകളിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്തെത്തി ഒരു നിശ്ചിത സമയപരിധി യൂണിവേഴ്സിറ്റി പറയും. കഴിഞ്ഞ തവണ അത് 11:30 മണിയായിരുന്നു. 11:30 മണിക്കുള്ളിൽ കോളേജിലെത്തി നിങ്ങൾ ഒന്നിൽ കൂടുതൽ അപേക്ഷാർത്ഥികളുണ്ട് എന്നുണ്ടെങ്കിൽ അവരിൽ ഏറ്റവും മാർക്ക് കൂടിയ ആളിന് നമ്മൾ റാങ്ക് നിർണ്ണയിച്ചിട്ട് ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ പല കോളേജുകളിലും മാനേജ്മെൻറ്റ് സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട്. ആ സീറ്റുകളിലേക്കാണെങ്കിൽ പോലും നിങ്ങളുടെ സബ്ജക്റ്റിന് മെറിറ്റ് സീറ്റ് അവൈലബിൾ അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റുകൾക്ക് നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഇതൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ ഒരു സുവർണ അവസരം എന്ന് തന്നെ പറയാൻ നമുക്ക് കഴിയും. കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ പോയവർക്ക് വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയൊരു അവസരമായിട്ട് ഇതിനെ കരുതുക. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഒക്കെ തന്നെ ആക്റ്റീവ് ആവും. അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാനേജ്മെൻറ്റ് തലത്തിലേക്കാണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് വേണം മാനേജ്മെൻറ്റിലേക്ക് എത്താനായിട്ട്. അത് മാനേജ്മെൻറ്റിനെ കോൺടാക്ട് ചെയ്ത് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ടുള്ളവർ 20-ാം തീയതി രാവിലെ ഒരു 10 മണിക്ക് മുന്നേ തന്നെ കോളേജിൽ എത്തി രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു അവസരം ഇനി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഇതല്ല, 25-ാം തീയതി കൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ B.Ed അഡ്മിഷൻ ഈ വർഷത്തെ ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ തന്നെ ഇപ്പോൾ വന്ന ഒരു പുതിയ അവസരമായിട്ട് കണക്കാക്കി ഏവരും അഡ്മിഷന് വേണ്ടിയിട്ട് റെഡിയാവുക.